അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് ഇങ്ങനെയാ പറഞ്ഞത്, നിങ്ങൾ പാപമോചനത്തിന് വേണ്ടി തേടിക്കോളൂ. അതിന്റെ പദങ്ങളൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് മറമാടി കഴിഞ്ഞാൽ അവിടെ വെച്ച് അവിടെ കൂടിയവരൊക്കെ തസ്ബീഹ് ചൊല്ലാറുണ്ട്. തസ്ബീഹ് എന്നാണ് പറയാ. തസ്ബീഹ് മയ്യത്തിന് ധൈര്യം പകരാൻ വേണ്ടിയുള്ള പ്രാർത്ഥന, സ്ഥൈര്യം പകരാനുള്ള പ്രാർത്ഥന, അതാ തസ്ബീഹ്. അതിൽ നമ്മൾ പല കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. നബി തങ്ങൾ പ്രത്യേകം എന്ന വാചകം പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ആ ഉദ്ദേശം നടപ്പിലാകുന്ന വിധത്തിലുള്ള ഏത് വാചകങ്ങൾ കൊണ്ടും നമുക്ക് അവിടെ പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈഹി, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഖ്, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹ്മഹു. ഇതൊക്കെ സാധാരണ പറയുന്ന തസ്ബീഹിന്റെ വാചകം. അല്ലാഹുവേ, നീ മയ്യത്തിന് ചോദ്യത്തിന്റെ സമയത്ത് നല്ല സ്ഥൈര്യം നൽകണേ, ഉത്തരം മനസ്സിൽ തോന്നിപ്പിക്കണേ അല്ലാഹ്. ഖബറുകളുടെ ഇടിക്കാതെ രണ്ട് ഭാഗത്തെയും ഖബറുകളെ വിശാലമാക്കണേ അല്ലാഹ്. ഖബറിന്റെ പേടികളിൽ നിന്ന് ഭീതികളിൽ നിന്ന് ആ മനുഷ്യനെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പുറത്തു കൊടുക്കണേ അല്ലാഹ്. കരുണ ചെയ്യണേ അല്ലാഹ്. ആരുമില്ല, ഒറ്റക്കാണ് അല്ലാഹ് എന്നിങ്ങനെ പറയുന്ന മനസ്സിൽ തട്ടിക്കൊണ്ടുള്ള പ്രാർത്ഥന ദീർഘനേരം എന്നുകൊണ്ട് നമുക്ക് പറയാം. അതേ വാചകങ്ങൾ അറബിയിൽ ഒരാൾക്ക് പറയാറില്ലെങ്കിൽ ദുരിതങ്ങൾ പ്രയാസപ്പെടുന്നതുകൊണ്ടാണ് അവിടെ നിന്നിട്ട് അങ്ങനെ പഠിച്ചോണ്ട് കരഞ്ഞു പ്രാർത്ഥിച്ചോ. മലയാളത്തിൽ ഈ കാര്യങ്ങളിൽ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. എന്റെ ഉമ്മ അല്ലെങ്കിൽ എന്റെ ഉപ്പ അല്ലെങ്കിൽ എന്റെ ബന്ധപ്പെട്ട ആള് ചോദ്യം ചോദിക്കാൻ മലക്കൾ വരുന്ന നേരം ഉത്തരം പഠിപ്പിക്കണേ അല്ലാഹ് എന്ന് ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ശിക്ഷിക്കരുത് റബ്ബേ, പുറത്തു കൊടുക്കുക അല്ലാഹ്. ആരുമില്ല, ഏകാന്തനാണ്, ഇനി ഒരു അമൽ ചെയ്യാൻ അവസരമില്ലാതെ കിടക്കുകയാണ്, ഒരവസരമില്ലാതെ പുറത്തു കൊടുക്ക്, പുറത്തു കൊടുക്ക്, പുറത്തു കൊടുക്കേ എന്നിങ്ങനെ പ്രാർത്ഥിക്കാൻ ആ സ്ഥാനത്ത് ചില ആളുകൾ എന്ത് ചെയ്യുന്നവരോ മയ്യത്തിന് ചോദ്യോത്തരം അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയുണ്ട് ചില നാടുകളിൽ. അതിന് തെളിയുന്നതാണ്. അത് ഇസ്ലാമിനുള്ളതല്ല, അത് ഇസ്ലാമിനുള്ളതല്ല. ഖബറൊക്കെ അടക്കി കഴിഞ്ഞ ശേഷം ഒരു വ്യക്തി വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ പറയും, ഇതാ ഇതിന്റെ അടുക്കൽ ഇങ്ങനെ രണ്ട് മലക്കുകൾ വരും, അവർ തന്നെ എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് നിന്നോട് ഇന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോ നീ ഇങ്ങനെയൊക്കെ മറുപടി പറഞ്ഞോ എന്ന് ചോദ്യവും ഉത്തരവും ഇപ്പൊ മയ്യത്തിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതി എന്ന് ചില ഇടങ്ങളിൽ പണ്ട് മുതലേ കാണുന്നുണ്ടല്ലോ നമ്മുടെ ഖബർസ്ഥാനുകളിലൊക്കെ. അന്നൊന്നും തസ്ബീഹ് ആർക്കും പരിചയം ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ തസ്ബീഹ് ചൊല്ലുന്നവരെ പരിഹസിച്ചിരുന്ന ഒരു കാലം ഈ കേരളക്കരയിൽ ഉണ്ടായിരുന്നു. ഞാനതിന്റെ അനുഭവസ്ഥനാണ്. ജനങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു തസ്ബീഹ് എന്ന് പറയുന്ന കാര്യമാണ് വേണ്ടതെന്ന്. അത് ചൊല്ലി അതിന്റെ പേരിൽ കുറുക്കൻ ഓടിയിടുന്നത് പോലെ എന്തൊക്കെയോ അവൻ വന്ന് ഓടിയിടുന്നുണ്ട് എന്ന പരിഹാസം ഈ കാതുകൾ കൊണ്ട് വേദനയോടെ കേട്ടവനാണ് ഞാൻ. പക്ഷേ ഇന്നും എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം, എന്നെ പരിഹസിച്ച അതേ മഖബറയിൽ ആ പള്ളിക്കാട്ടിൽ നിന്ന് ഈ തസ്ബീഹ് പേരിലെങ്കിലും നടക്കുന്നുണ്ട്. ശേഷം അവർ തൽഖീൻ ചൊല്ലുന്നുണ്ടെങ്കിലും ആളുകൾക്ക് കാര്യം മനസ്സിലായി.